കിഴക്കൻ മലയോര മേഖലയുടെ വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന ചവറമൂഴി പാലം യാഥാർത്ഥ്യത്തിലേക്ക്. പാലം നിർമ്മാണത്തിന് കിഫ്ബി 9.71 കോടി രൂപയാണ് അനുവദിച്ചത്. മലയോര ഹൈവേ യാഥാർത്ഥ്യമാവുമ്പോൾ കുറ്റ്യാടി പേരാമ്പ്ര നിയോജക മണ്ഡലങ്ങൾക്കിടയിലുള്ള പ്രധാന പാലമായിരിക്കും ഇത്. പേരാമ്പ്ര മണ്ഡലത്തിലെ ചങ്ങരോത്ത്, ചക്കിട്ടപ്പാറ പഞ്ചായത്തുകളെയും കുറ്റ്യാടി മണ്ഡലത്തിലെ മരുതോങ്കര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. ചവറമൂഴിയിൽ ഒരു പാലം എന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. നിലവിൽ 3 പഞ്ചായത്തുകളിലെയും ജനങ്ങൾ വിവിധ പ്രദേശങ്ങളുമായി ബന്ധപ്പെടാൻ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ്. ചവറമൂഴിയിൽ പാലം വരുന്നതോടെ വയനാട്, മൈസൂർ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ കോഴിക്കോട്ടേക്ക് എത്താൻ കഴിയും. പശുക്കടവ്, മുള്ളംകുന്ന്, തൊട്ടിൽപ്പാലം മേഖലകളിൽ നിന്നും കൂരാച്ചുണ്ട്, പേരാമ്പ്ര എന്നിവിടങ്ങളിലേക്ക് എളുപ്പവഴി കൂടിയാവും. നിലവിൽ ചവറമൂഴി പുഴയ്ക്ക് കുറുകെ ജാനകിക്കാട്ടിൽ ഇറിഗേഷൻ വകുപ്പ് കനാൽ ജലം കൊണ്ടുപോവാൻ നിർമ്മിച്ച നീർപ്പാലമാണുള്ളത്. വീതി കുറവുള്ള ഈ പാലത്തിലൂടെ വളരെ പ്രയാസപ്പെട്ടായിരുന്നു വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. പുതിയ പാലം യാഥാർത്ഥ്യമാവുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാവുന്നതിനൊപ്പം ജാനകിക്കാട് ടൂറിസത്തിനും പുത്തനുണർവേകും. 3 വർഷം മുമ്പ് ഒരു പ്രവർത്തനം നടത്തുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ചവറമൂഴിയിലെ ആ പുഴയ്ക്ക് ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലത്ത് പിന്നെ അതിനു വേണ്ട റോഡിന് വേണ്ട സ്ഥലമൊക്കെ അവിടെയുള്ള സ്വകാര്യ വ്യക്തികൾ സൗജന്യമായിട്ട് തന്ന് അങ്ങനെ PWD അതിന്റെ ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മലയോര ഹൈവേയുടെ പിന്നെ അലൈൻമെന്റ് ചെമ്പനോട വഴി പോകുന്നതിന് സാങ്കേതികമായിട്ടുള്ള ഫോറസ്റ്റ് ഉള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് ഇതിലെ മാറ്റി വിട്ടു കഴിഞ്ഞപ്പോൾ ഇത് ഈ പ്രപ്പോസൽ PWD നേരത്തെ ഉള്ളതായതുകൊണ്ട്, ഈ പാലത്തിന്റെ പ്രപ്പോസൽ ഉള്ളതുകൊണ്ട് പിന്നെ ഈ റൂട്ടാണ് തെരഞ്ഞെടുത്തത്. ഈ പാലത്തിന് വേണ്ട സ്ഥലം നേരത്തെ തന്നെ ലിങ്ക് ചെയ്തതാണ്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉള്ളത്. ഇപ്പം തന്നെ നാട്ടുകാര് വലിയ സന്തോഷത്തിലാണ്. ഈ പ്രദേശത്തെ കുടിയേറ്റ കാലത്തുള്ള ഒരു റോഡായത്. അവിടെ ഒരു പാലം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇങ്ങോട്ട് ആൾക്കാർ വരാൻ വേണ്ടി ബുദ്ധിമുട്ടിയതാണ്. ഈ റൂട്ട് തെളിഞ്ഞു കിട്ടാന് കുറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പാലമില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു തോണിക്കടവായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യകാലത്ത്. അന്നോട്ടേയുള്ള റൂട്ടാണ്. പിന്നെ ഇവിടെ ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പിന്നെ അക്വഡക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ ചെറിയ വാഹനങ്ങളെ കടന്നു പോകുള്ളൂ. അപ്പൊ അവിടെ പാലമില്ലാത്തത് കൊണ്ടാണ് ഈ റൂട്ട് തെളിയാണ്ട് വന്നത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ പ്രദേശത്തുള്ള നാട്ടുകാർ വളരെ സന്തോഷത്തിലാണ്. റോഡിന് വേണ്ടിയിട്ട് അവർക്ക് തെളിയിക്കേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തിന്റെ ആധാരങ്ങളും എടുപ്പിച്ച് അതിന്റെയൊക്കെ മുമ്പിലാണ് ഈ റോഡിന്റെ അതിര് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ അവർ വിട്ടുവന്നു. പിന്നെ തുടക്കത്തിൽ 18 മീറ്റർ കയറി വന്ന റോഡിലോട്ട് 12 മീറ്റർ അവസാനിപ്പിച്ചു. പിന്നെ അങ്ങനെ ബാക്കിയുള്ളത് അപ്രോച്ച് റോഡുള്ള ചക്കടവർ പഞ്ചായത്തല്ലേ, അത് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഇതിന് അനുമതി തന്നു. അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പിന്നെ നടക്കുന്നത്. പിന്നെ എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് അനുമതി വാങ്ങി. പിന്നെ ഈ സ്ഥലം റവന്യൂവിൽ വിട്ടുകൊടുക്കേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാല് വില്ലേജിൽ നിന്ന് താലൂക്ക് വിട്ടു 12 കിലോമീറ്ററിന്റെ ലാഭം എവിടെയുള്ളവർക്ക് കുണ്ടുതോട് മുതല് പശുക്കടവ്, പട്ടിപ്പന, പിന്നെ പൂതമ്പാറ ഇവിടെയുള്ളവർക്കൊക്കെ ഇത് കുറ്റ്യാടിക്ക് ബൈപ്പാസ് റോഡാണ് പേരാമ്പ്ര. അങ്ങനെയാണ് ഇത് പാസ്സായി കിടക്കുന്നതും ഇതൊക്കെ. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾ ഇത് അളപ്പിച്ച് പ്രത്യേക പ്ലാനൊക്കെ ഉണ്ടാക്കി. പണ്ടത്തെ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു, അയാളെ കൊണ്ട് ഇതിന്റെ ദൂരങ്ങളെല്ലാം നമ്മള് സ്കെച്ച് എടുപ്പിച്ചു. അയാൾക്ക് ഇതിന്റെ സർവേ അറിയാം. അതൊക്കെ എടുത്ത് അതിന്റെ പേപ്പറുകളൊക്കെ ഉണ്ട് ഞങ്ങള്. പിന്നെ ചെമ്പനോടെ പൂഴിത്തോട് ഇതെല്ലാം വന്ന് പോകാനുള്ള എളുപ്പവഴി. പൂഴി പോകാതെ ഓപ്പോയിൽ പോയി കയറാം. അങ്ങനെ നേരെ എളുപ്പവഴിക്ക് പുരാച്ചൊന്ന് പോകുന്നവർക്കും മലപ്പുറത്തേക്ക് പോകുന്നവർക്കും താമരശ്ശേരിക്ക് പോകുന്നവർക്കൊക്കെ അങ്ങോട്ടും പോകാം, ഇങ്ങോട്ട് പോകുന്നവർക്ക് ഇങ്ങോട്ടും പോകാം. അങ്ങനെ ഏറ്റവും എളുപ്പവഴി ഇത്. ഈ പ്രൈവറ്റ് വണ്ടികളെല്ലാം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിലെയാണ് എളുപ്പവഴിക്ക്. കുറ്റ്യാടി വളഞ്ഞു പോകാതെ കുറ്റ്യാടിക്ക് തിരക്ക് കുറയ്ക്കാൻ ഒരു ബൈപ്പാസ് റോഡും കൂടി